ഞാനിത് എവിടെയാ കിടക്കുന്നേ? ഇതെന്റെ റൂം അല്ലല്ലോ. ഇത് കുട്ടന്റെ റൂം തന്നെ. ബോഡി ഒരുപ്പെട്ടോളെ. നിനക്ക് അച്ഛനെ ആങ്ങളെ തിരിച്ചറിയില്ലല്ലേ? എന്റെ ഗുരുവായൂരപ്പാ. എന്നാത്തിനാ പിള്ള സാറേ ഇപ്പൊ അതിയാനെ വിളിക്കണേ? നല്ല കുട്ടിയെ പോലെ ഇങ്ങോട്ട് കുട്ടാ, നേരം വിളിക്ക. ഇനി നേരം ഉണ്ടെന്നേ. അതേടി, നിന്നെ ഞാൻ വെളുപ്പിക്കുന്നുണ്ട്. ശാപം എണീക്കടി എന്റെ കട്ടിലിന്ന്. ഇതെന്നാ പറച്ചില്ല എന്റെ സാറേ? ഇന്നലെ രാത്രി മൊത്തം ഈ കട്ടിലല്ലയോ ഞാൻ കിടന്നേ? ഇന്നലെ എന്നതായിരുന്നു ശൃംഗാരവും പുന്നാരും. എന്നിട്ട് ഇപ്പൊ എന്താ പെട്ടെന്നൊരു തീണ്ടായിക? എന്റെ കിഴക്കേടം പറഞ്ഞത് നേരാ. കണ്ടതിൽ പീഡനം തുടങ്ങി. ഭഗവാനേ, എടോ തലതെറിച്ചവനെ, എന്നെ ഈ കുപ്പി ഇറക്കാനാണ് നീ ഇന്നലെ ഈ കുപ്പി പൊട്ടിച്ചതല്ലേ? എക്സാക്ട്ലി. എന്തോന്ന്? എടോ കിളവൻ പിള്ളേ, കൂടുതൽ ചിലക്കാതെ നമുക്ക് അടുത്ത നടപടിക്രമത്തിലേക്ക് കടക്കാം. വേണ്ട വേണ്ട, ഈ നടപടി വേണ്ട. ഇന്നലെ രാത്രിയിൽ മദ്യത്തിന്റെ ലഹരിയിൽ താൻ കാട്ടിക്കൂട്ടിയ രാസലീലകൾ ഇതുകൊണ്ട് സൂപ്പർ ഫ്രെയിം ബ്യൂട്ടിയോടെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഇതിലും ഭേദം നീ എന്നെ ഒന്ന് കൊന്നതാണോ? തന്നെ ഞാൻ കൊല്ലാതെ കൊല്ലും. അയ്യോ, ഈ കട്ടിലിൽ താനും ഇവളും കൂടി കാട്ടിക്കൂട്ടിയ സർക്കസ് മുഴുവനും എരിവും പുളിയുള്ള വീഡിയോ കാസറ്റായി എന്റെ മുറിയിൽ ഇരിപ്പുണ്ട്. അതിന്റെ കോപ്പി എടുത്ത് ഞാൻ നാട് മുഴുവൻ സപ്ലൈ ചെയ്താൽ ഗുരുവായൂരപ്പാ, സംശയിക്കണ്ട, പുള്ളിക്കാരൻ പോലും നാണിച്ചു പോകും. എന്റെ പൊന്നുമോനെ, പറ, നിനക്ക് എന്താ വേണ്ടേ? ലിക്വിഡ് ക്യാഷ് 30 ലക്ഷം. എന്തോന്ന്? മിസ്റ്റർ ചന്ദ്രൻപിള്ള ഏലിയാസ് AC പിള്ള, ഊട്ടിയിൽ ചന്ദ്രപ്രഭ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റേഷന്റെ പ്രൊപ്പറേറ്റർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. ചെറുതും വലുതുമായി വേറെയും 3-4 തേയിലത്തോട്ടങ്ങൾ, കോടികൾ വിലമതിക്കുന്ന ചന്ദ്രപ്രഭ മാൻഷൻ, 10-ൽ കുറയാതെ ഗസ്റ്റ് ഹൗസുകൾ, കോയമ്പത്തൂർ സിറ്റിയിൽ പ്രൈവറ്റ് ബസ് സർവീസുകൾ, എക്സെട്രാ എക്സെട്രാ. ചുരുക്കത്തിൽ 4-5 കുബേരന്മാരെ മോഹവിലയ്ക്ക് വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള പിള്ളേ, തനിക്ക് 30 ലക്ഷം വെറും പുല്ലലടോ. മര്യാദയ്ക്ക് ഈ തുക നൽകുന്നതാണ് ബുദ്ധി. സമയം വൈകുന്നോറും ലക്ഷങ്ങൾ കൂടും. എന്താ സാർ മുഖത്തൊരു അസ്കിത? ഒരു അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ. സാറിന് രാവിലെ ഒരു തലവേദന. ഒരു തലവേദന അല്ല, ഇവളൂടെ ചേർത്ത് 2 തലവേദന. എന്താ പറഞ്ഞേ? കൂൾ ഡൗൺ മാൻ, കൂൾ ഡൗൺ. ബ്ലൂവിന്റെ പേരും പറഞ്ഞ് മാന്യനായി ഇദ്ദേഹത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? എന്നാലേ ആ മെയിൽ ഇവിടെ ചെലവാവില്ല. ഇവനും ഇവളും ചേർന്ന് എന്നെ കുടുക്കിയതാ. ഇപ്പൊ ഞാൻ 30 ലക്ഷം കൊടുക്കണമെന്ന്. കൊടുക്കണോ? സാറിങ്ങനെ കൊച്ചാണനെ പോലെ നിന്ന് കഴിഞ്ഞാൽ കൊടുക്കേണ്ടി വരും. വേഗം പോലീസിനെ വിളിക്കണോ? എന്നാ പിന്നെ ആ 30 ലക്ഷം അവന്മാരെ എണ്ണാക്കി കൊണ്ട് തിരികെ കൊടുക്കണം. സാറ് വിഷമിക്കാതിരി, ഇവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നീ പോടാ. എടോ മൂപ്പിനെ, പീഡനത്തിന്റെ തെളിവ് എന്റെ ഇല്ല. ആ തെളിവ് ഇപ്പോൾ ഞങ്ങളെ തന്തൂരി അടുപ്പിൽ കടന്ന് വെന്തുരുകയാണ്. വാട്ടല്ല, ഇപ്പൊ ചോദിക്കേണ്ടത് വെൻ, എപ്പോ? ദാ ഇപ്പോ. നിന്റെ മുറിയുടെ ഡ്രസ്സിംഗ് ടേബിളിന്റെ 2ാമത്തെ ഡ്രോ തുറന്ന് കാസറ്റ് എടുത്ത് അടുപ്പിലിട്ടേച്ചാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. എടാ ചെറ്റേ, ഈ ഓട്ടോറിക്ഷയും പിടിച്ച് വേഗം സ്ഥലം വിട്ടോ. ഈ മീറ്റർ ഇവിടെ വേവില്ല കേട്ടോടാ. വീഡിയോ അപ്പൊ കൂട്ടാ, ഇതാ. എന്താ സാർ ഇത്? ടിപ്പ് ചെക്കായിട്ടോ? ടിപ്പ് അല്ലടോ, ഇതെന്റെ ഒരു നന്ദിയാ. ഞാനൊരു ബിസിനസ്സുകാരനാ. കൈപ്പറ്റുന്ന സഹായങ്ങൾക്കൊക്കെ അപ്പൊ തന്നെ പ്രത്യുപകാരം ചെയ്യാന്നുള്ളത് എന്റെ ഒരു ശീല. കടവും കടപ്പാട് ശിഷ്ടം വെക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. താൻ എന്നെ സഹായിച്ചു, തിരികെ ഒരു സഹായം ഞാനും ചെയ്യുന്നു. പിന്നൊരു കാര്യം, നമ്മൾ തമ്മിലുള്ള ഇടപാട് ഇവിടെ തീർന്നു. ഇതങ്ങോട്ട് വാങ്ങിച്ചേ, 25,000 രൂപയാ. അയ്യോ, ഇനി ഒന്നും വേണ്ട സാർ, ഇത് തന്നെ ധാരാളം. പറഞ്ഞില്ലേ, അതെന്റെ നന്ദി, ഇതെന്റെ ടിപ്പ്. ഇതാണ് എന്റെ രീതി. വരട്ടെടോ. ശരി സാർ. എ ചന്ദ്രൻപിള്ള, ചന്ദ്രപ്രഭ എസ്റ്റേറ്റ്, ഊട്ടി. അപ്പക്കുട്ടാ, ജീവൻ വേണ രക്ഷപ്പെട്ടോ? എന്താ എന്താ കാര്യം? ആ മുതലാളിയുടെ മുറിയിൽ നിന്ന് നീ ഓടിച്ചു വിട്ടവൻ ദേ കുറെ ഗുണ്ടകളുമായിട്ട് വരുന്നുണ്ട്. നിന്നെ പൊക്കാനാ. ജീവൻ വേണ രക്ഷപ്പെട്ടോ? കയ്യോ കാലോ ഒമ്പർ വെട്ടും. ഈശ്വര, ഞാനിവിടെ ഇല്ലെന്ന് നീ പറഞ്ഞു. ഇത് വെറും ഒരു കൈയല്ല വത്സ, ഭാഗ്യദേവതയുടെ കളിത്തട്ട. വത്സന്റെ തൊഴിൽ മണ്ഡലത്തിൽ മേൽക്കുമേൽ പുരോഗതി മാത്രമാണ് കാണുന്നത്. സംശയം അശേഷം വേണ്ട. Yes, Mr. Williams. Please don't make the situation worse. Okay. No, that's not possible.
I told you several times. வணக்கம் சார். Good morning. You beauty. അയ്യോ. നകുല ഇതെന്ത് പറ്റി സാഷ്ടാംഗ പ്രണാമം. പ്രമാണമൊന്നും അല്ല, ഞാനൊരു സ്വപ്ന ലോകത്തിലായിരുന്നു. ഭാഗ്യദേവതയുടെ കളിത്തട്ടിന്ന് മറ്റൊരു വത്സൻ എന്നെ തൊഴിച്ചിട്ടതാ. അപ്പോഴേ തങ്കപ്പ, എന്റെ വായി നോക്കി അല്ല കൈ നോക്കി പറഞ്ഞൊക്കെ ഫലിക്കുമല്ലോ. ഇനിയും സംശയം? സംശയമൊന്നുമല്ല, ഒരു ഡൗട്ട്. നീ പ്രയോഗിച്ച പോലെ ഫലിച്ചാലേ ആ എച്ചി പിള്ളെ വരച്ച വരെ നിർത്തി എനിക്ക് ഏത്ത പിടിക്കാൻ പറ്റും. പാഞ്ചാലിയവും ആയുർവേദം ശമനം. പേടിപ്പിക്കാണോ? പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അതുകൊണ്ട് നാലകത്തെ നഗല ആകുലപ്പെടേണ്ട. ഉത്കണ്ഠ പടിഞ്ഞ് ഉത്സാഹത്തോടെ മുന്നേറുക. വെച്ചടി കയറ്റമായിരിക്കും. മംഗളം ഭവന്തു. എന്നാ തങ്കപ്പ, തൽക്കാലം ഇത്രയേ ഉള്ളൂ ഭവന്തു. 10 രൂപ. ഇതിനാണോ ഡാഡി എന്നെ ഇത്ര അത്യാവശ്യപ്പെട്ട് വിളിപ്പിച്ചേ? എന്ന് ചോദിച്ചാ എന്റെ മോളെ, ഒരേ ഡെസ്കിൽ ഇരുന്ന് ഒരേ സ്ലേറ്റിൽ എഴുതി പഠിച്ചവരാ ഞാൻ ഇവന്റെ അച്ഛനും. ഒരു പാത്രത്തിലുണ്ട്, ഒരു പായി കിടന്ന് ഉറങ്ങിയത് പറയാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഡാഡി കൂടുതലൊന്നും പറയണ്ട. ഇയാൾക്ക് നൽകാൻ ഇവിടെ ഇപ്പൊ പണിയൊന്നുമില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ മോളെ. നീ കരുതുന്ന പോലെ അത്ര നിസാരക്കാരനല്ലിവൻ. അതൊറ്റ നോട്ടത്തിൽ മനസ്സിലായി പ്രശ്നക്കാരനാണെന്ന്. ഏയ്, പ്രശ്നക്കാരനൊന്നും അല്ല. നിനക്കറിയുവോ, ദിവസവും ചുരുങ്ങിയത് 100-300 പേർക്കെങ്കിലും ഭക്ഷണം വിളമ്പിയ കയ്യായി പറ്റിയത്. ആ, ഡാഡിക്ക് എത്ര നിർബന്ധമാണെങ്കിൽ ഇയാൾ ഇവിടെ തോട്ടക്കാരനായി നിന്നോട്ടെ. ആ, സമാധാനമായല്ലോ. തോട്ടക്കാരൻ. അത് പിന്നെ മോളെ, ആത്മാർത്ഥ സുഹൃത്തിന്റെ മോനെ കൊണ്ട് തോട്ടപ്പണി ചെയ്യിക്കാന്ന് വെച്ചാല് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാ? നോൺസെൻസ്. ഈ ആൾക്ക് ടെക്നിക്കലായി വല്ലതും അറിയോ? കൊള്ളാം, ഇവന്റെ കയ്യിൽ ടെക്നിക്കേ ഉള്ളൂ. അതെനിക്ക് നല്ലവണ്ണം ബോധ്യം വന്നുകൊണ്ടല്ലേ ഇവന് വേണ്ടി ഞാൻ അന്തം വിട്ട് ശുപാർശ ചെയ്യുന്നേ. ഇയാൾക്ക് ഡ്രൈവിംഗ് അറിയടോ? അറിയാം, റോഡ് റോളറിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത് തന്നെ. ഡാഡി, തൽക്കാലം ഇയാളെ ഡ്രൈവറായി പോസ്റ്റ് ചെയ്യാം. ടെമ്പററി പോസ്റ്റിംഗ് മതി, ശമ്പളം അത് മതി. ഡാഡി, നാളെ മുതൽ ഡ്യൂട്ടി കയറിക്കോ. യൂണിഫോം മസ്റ്റ്. അല്ല, അപ്പൊ നമ്മുടെ നകുലനോ? അയാൾ കുടിച്ച് കൂത്താടി നടക്കല്ലേ, തോട്ടക്കാരനാക്കാം. അത് നേരാ. ആ ഒഴിവിലേക്ക് നമുക്ക് നകുലനെ കയറ്റാം. ഡ്രൈവർ പണിയിൽ അവനൊരു മാറ്റം കൊടുക്കണമെന്ന് ഞാൻ കാലം കുറയായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളി ഇത്ര തങ്കപ്പെട്ട മനസ്സിന്റെ ഉടമയാണെന്ന് ഞാൻ കരുതിയതേ ഇല്ല. ഞാൻ കുടത്തിലെ വിളക്കാനടാ. അതെനിക്ക് മനസ്സിലായി മുതലാളി. ഓ, ഒരു കിണ്ടി ഇത്തിരി വെള്ളമില്ലാതെ പോയല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാല് കഴുകി വെള്ളം സ്ട്രൈറ്റ് ആയിട്ട് കുടിച്ചേനെ. അല്ല, എപ്പോഴാണ് ഓഫീസ് ജോയിൻ ചെയ്യേണ്ടത്? ഓഫീസിലോ? അതെ, ഓഫീസറായിട്ട് ഡ്രൈവർ പണി തന്നെ മാറ്റി. തോട്ടം ഓഫീസർ ആക്കി. ഓ, തോട്ടം ഓഫീസർ. ഓ, തോട്ടക്കാരൻ. ഇയാളാണ് നമ്മുടെ പുതിയ ഡ്രൈവർ. അപ്പുക്കുട്ടൻ. ഇവനെ കൂടെ നിന്റെ കൂടെ ഓട്ടോ ഓസി താമസിപ്പിക്കണം. വിളിച്ചോട്ട് പോടാ. വൃത്തികെട്ടവൻ. ഇതാണ് എന്റെ സ്വർഗം. നീ എന്റെ സ്വർഗത്തിലെ കട്ടുറുമ്പും എന്ന് കരുതി കൂടുതൽ ആമോദിക്കല്ലേ. എന്നും കുന്നും വണ്ടിക്കാരനായിട്ട് ഇവിടെ വിലസാമെന്ന് ഒരുത്തരം കരുതണ്ട. ബാത്റൂമില്ലേ ഇവിടെ? അവിടെ ഉണ്ട്. വെള്ളം ഒഴിക്കണം. തൊക്കട ഇന്ത്യൻ കക്കൂസല്ല, യൂറോപ്യൻ ക്ലോസറ്റ് ആണ്. ഡ്രൈവറുടെ യൂണിഫോം ഒക്കെ കഴിച്ചു വെച്ചിട്ട് തോട്ടക്കാരൻ്റെ ഇട്ടുള്ളൂ. ഇവനെ ഇവിടുന്ന് കെട്ടിക്കണം. നമസ്കാരം. 1/2 കിലോ ചകിരിയും പിരിച്ച് മൂക്കിന്റെ താഴെ ഒട്ടിച്ച് തൊഴുതോണ്ടിരുന്നോ ചേച്ചി പിള്ള. താൻ സൗകര്യമുള്ളിടത്ത് വിളിക്കോ. തന്റെ ഈ മീശ ചകിരി പിരിച്ച് ഞാൻ ബ്രഷ് ഉണ്ടാക്കി പെയിന്റ് അടിക്കും. ஆமா, உனக்கு திருமணமாச்சா? അതെന്തോന്ന് മണം? உனக்கு கல்யாணம் கழிஞ்சாச்சான்னு கேட்டேன். ഓ, അതാണോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എന്താ, കഴിപ്പിക്കണോ? சீ போயா, எனக்கு வெக்கம் வருது. ഉറക്കം വരുന്നെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുമെന്നേ, മനുഷ്യന്റെ കൺട്രോൾ തെറ്റിക്കാതെ. അടേങ്കപ്പ, ഗട്ടിക്കാരൻ നീ. ജട്ടിക്കാരനോ? ഇത് ജോലി ഉണ്ടാക്കി വെക്കും. എന്താടേ കൊതിയൂർന്ന ഒരു നോട്ടം? സോമരസായന സേവയുണ്ടോ? ഇല്ല. ഓ, ഒരു അരിസ്റ്റോ ജെന്റിൽമാൻ. എന്തോന്നാ എഴുതി തള്ളുന്നേ? CBI ഡയറി കുറിപ്പോ അതോ ഒരു കഴുതയിൻ ഡയറിയോ? കറക്റ്റ്. ഞാൻ ഇന്ന് കണ്ട ഒരു കോവർ കഴുതയെ കുറിച്ചുള്ള ഒരു ഡയറി കുറിപ്പാ. എന്താ, വായിച്ചു നോക്കുന്നു? വല്ലവന്റെ ഡയറി വായിച്ചു രസിക്കുന്ന കൾച്ചർലെസ് ഫെലോ അല്ല ഞാൻ. സോറി, എഴുത്തും വായനയും വശമില്ലല്ലേ? എഴുത്തും വായനയും വശമില്ലാത്ത നിന്റെ എന്തായി കാണിക്കുന്നത്? സോമരസത്തിന്റെ നവരസം കൂട്ടാനുള്ള മേമ്പടിയാടോ ഇത്? തൊട്ടു നിൽക്കണേന് പകരം എനിക്കിത് ചാവട്ടി തിരുമുമ്പോഴാ ഒരു സുഖം. മുതലാളിയുടെ ഫോട്ടോ നിലത്തിട്ടിങ്ങനെ? എങ്ങനെ?
വെളുക്കുമ്പോ എന്റെ മുതലാളി ചുമരിൽ, വെള്ളമടിക്കുമ്പോ മുതലാളി എന്റെ കാലിന്റെ കീഴിൽ. സംസ്കാരമുള്ളവർ ചെയ്യുന്ന പണിയാണോ ഇത്? പാപമല്ലേ, മഹാപാപം. മണ്ണാൻ കട്ട തെണ്ടൂക്കർ തട്ടുന്ന പോലെയല്ലേ എന്നിട്ട് തട്ടി കളിക്കുന്നേ. എന്റെ പൈൻറ്റ് ഒരിക്കൽ ഫുള്ളാകും. അന്ന് ഞാൻ ഈയുടെ തല മെറഡോണ പന്ത് തട്ടുന്ന പോലെ തറയിലിട്ട് തട്ടി കളിക്കും. നല്ല ആഗ്രഹം. അതിനുള്ള ദീർഘായുസ് ദൈവം നഗലേട്ടനെ തരട്ടെ. താങ്ക് യു. നീ നേരം വിളിക്കുന്നവർ ഇവിടെ നിന്ന് എഴുതിക്കോ. എന്നെ കല്യാണി കാത്തിരിക്കും. ഞാൻ താലി കെട്ടാത്ത എന്റെ ഭാര്യ. അപ്പൊ ഒരു മേഖലയും വെറുതെ വിട്ടിട്ടില്ലല്ലേ? ആൾറൗണ്ടറാ. നീ കമ്പനി തരാത്ത സ്ഥിതിക്ക് ഞാൻ പോണ വഴിക്ക് കഴിച്ചോളാം. എന്നാ പിടിച്ചോ. എന്തിന്? ചവിട്ടി തിരുമിക്കോട്ട് എഴുതടേ. ഭാവനയ്ക്ക് ചിറകുളാക്കി. ഉള്ള സൗഭാഗ്യമൊന്നും പോരാ. മന്ത്രവും തന്ത്രവും തകിടുമായി ഇനിയും തനിക്ക് തട്ടുപുറത്ത് കയറണോടോ മണ്ണ് മന്തി പിള്ളേ. എന്നെ കേട്ടിക്കാം. ഒരു കല്ലിറങ്ങി കിട്ടി. സാരമില്ല നകുലേട്ടാ, ജോലി മാറിയതല്ലേ ഉള്ളൂ, ജോലി പോയില്ലല്ലോ. പോയില്ലല്ലോ. എടി മൂദേവി, മാസം കിട്ടിക്കൊണ്ടിരുന്ന തുട്ടിന്റെ കനമാ കുറഞ്ഞത്. 500 രൂപ കുറഞ്ഞു. 500 രൂപയോ? എന്നാലും ആ പിള്ള മുതലാളി ഇങ്ങനെ ഒരു കൊടുംചതി ചെയ്തല്ലോ. പിള്ളയല്ല ചതച്ചത്, പിള്ളയുടെ പിള്ള, മീനാക്ഷി പിള്ള. ഇന്നു മുതൽ അവളാണ് MD, ഞാൻ വെറും തണ്ടി. അങ്ങും ചോദി അടിയനും ചോദി. അതേത് സിനിമ? ഓ, സിനിമയല്ല, ഒരു പഴമൊഴിയാ. ഒരേ ദിവസം ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരാ ഞാനും മീനാക്ഷി കുഞ്ഞും. പറഞ്ഞിട്ടെന്താ, തലവരെ മാത്രം തെറ്റിപ്പോയി. അവനവന്റെ കുഞ്ഞായ്മയ്ക്ക് കുത്തിക്കെട്ടണം, തലവരെ പഠിച്ചിട്ട് കാര്യമില്ലടി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ഈ പാത്തും പതിങ്ങളുള്ള വരവുണ്ടല്ലോ, എത്ര നാളത്തേക്കെന്ന് വെച്ചാ? കെട്ടിയോൻ ചത്തുപോയെന്ന് വെച്ച് ചോരയും നീരുമുള്ള പെണ്ണാ ഇവള്. പേരുദോഷം കേൾപ്പിക്കാതെ ഇവളുടെ കഴുത്തിലൊരു താലി കയറി കെട്ട്. എന്നിട്ട് മതി കുടിയും കിടപ്പുമൊക്കെ. ആ പറഞ്ഞ ന്യായം. ആക്രമണം കാണിക്കരുതല്ലേ. താലി ചേരടോ മൂക്കേരടോ എന്ത് വേണേലും ഞാൻ ഇവൾക്ക് കെട്ടാം. പിന്നെ എന്താ, 15 വർഷം ഇവൾക്ക് 7 ശനിയാ. ഞാൻ കെട്ടിയ ഭാര്യയുടെ തള്ള തട്ടിപ്പോ തട്ടിപ്പോട്ടെ. അയ്യോ, കൊതിപ്പിക്കല്ലേ തള്ളേ. ആ ശനി ഒഴിഞ്ഞിട്ട് മതി ഇങ്ങോട്ടുള്ള സർക്കിറ്റൊക്കെ. നോക്കി നിൽക്കാതെ പറഞ്ഞു വിടുന്നു ഇവനെ. പെങ്കോന്തൻ ഇന്നും എന്റെ മുടിഞ്ഞ തള്ളയുടെ ഒടുക്കത്തെ ഒരു ഫൗള് വിളി. പോയില്ലേടാ? തിന്നിട്ട് പോവാം. തോട്ടക്കാരന്റെ പണി എനിക്ക് വലിയ നിശ്ചയമില്ല. സോറി. ഹലോ ഫ്ലവർ, 300 അടിച്ചാൽ മുള്ളി കിടക്കണമെന്നാണ് അബ്കാരി നിയമം. നോ, 300 അടിച്ചാൽ മുള്ളിയിട്ട് കിടക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കൻ സർപ്രൈസ്. നാശം. മാരണം പിടിച്ച ആ കാസറ്റ് അവൻ എവിടെയാണോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഒന്ന് പൊക്കിത്തരണേ എന്റെ ഗുരുവായൂരപ്പാ. ഏത് ഉഗാണ്ടയിലാണോ ഇവൻ വെച്ചിരിക്കുന്നത്? ഇത് ഞാനല്ലേ? എന്തായാലും ആ നകുൽ എന്നോട് ബഹുമാനമുണ്ട്. ദൈവത്തിന്റെ ഒരു പടം പോലും വെച്ചിട്ടില്ല. എന്റെ ചിത്രം വെച്ചല്ലേ പൂജിക്കുന്നേ. പാവം. ഇതിനകത്തെങ്ങാനും കാണുമോ? കാണും. കിട്ടിപ്പോയി. ഡ്രൈവർക്ക് ഡയറിയോ? അയ്യോ, എന്തു ചെയ്യും? ഇവിടെ
എടോ എച്ചി പിള്ളേ, വെറും ഒരു വെള്ളം ഒടിക്കാരനായിരുന്നു എന്നെ താൻ വെള്ളം ഒഴിപ്പുകാരനും കൂടാക്കി. നോക്കിക്കോ, തൻ്റെ തോട്ടത്തിൽ നിന്ന് തൻ്റെ പൂ പറിച്ച് ഞാൻ റീത്തുവള ഉണ്ടാക്കി തനിക്ക് തരും തൻ്റെ വിരുമാറി പ്രവേശിക്കാൻ. ഈ അപ്പുക്കുട്ടൻ ആരുവാ? തൻ്റെ തന്തേ, അവൻ്റെ കൂടെ താമസം. ഉണ്ടക്കടവിട്ട് തൊഴുത് പേടിപ്പിക്കുന്ന നകുലിനോട് കളിച്ച കൊലയുടെ ആര് ഇയാള് ടി വിയിലും അഭിനയിക്കാൻ തുടങ്ങിയോ? ഇതാണോടാ നീ പറഞ്ഞ കക്ഷി? തന്നെ തന്നെ തന്നെ. ആ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പൗഡം ഭാസ്കരൻ. പ്രൗഢന്റെ കനം പോലും ഇല്ലല്ലോ. നഞ്ചെന്തിനാ നാനാരി? വളരെ തിരക്കുള്ള കക്ഷിയാ. ആ ഉസ്താദേ, ഇദ്ദേഹത്തിന് വേണ്ടിയാ. ക്വാർട്ടറോ ഹാഫോ ഫുള്ളോ? വെള്ളമാണോ? ചതയ്ക്കണോ വെട്ടണോ കൊല്ലണോ എന്നാ ചോദിച്ചത്. ഇതിലേതാ വേണ്ടേ? ഈ പ്രദേശം വിടാൻ പാകത്തിന് അവനെ ഒന്ന് ചതച്ച് വിട്ടാ മതി, ഓടിക്കണ്ട. അപ്പോ ബിസിനസ് ഉറപ്പിക്കല്ലേ? ആ ഞങ്ങൾ സംസാരിക്കാം, നീ ഒന്ന് മാറിക്കോ. ഓക്കെ, ഞാൻ അപ്പുറത്തുണ്ടാവും. വെറുതെ നിൽക്കണ്ട, മൂത്രം ഒഴിച്ചോണ്ട് നിൽക്ക്. ആ ഞാൻ എന്റെ പയ്യന്മാരെ നാളെ ബംഗ്ലാവിലേക്ക് വിട്ടേക്കാം. റേറ്റും ബാറ്റൊക്കെ അവന്മാർ പറയും. അപ്പൊ ബ്രൗഡൻ ചേട്ടൻ കാണില്ല? ഇല്ല, എനിക്ക് അത്യാവശ്യമായി വാളാറ് വരെ ഒന്ന് പോണം. സ്പിരിറ്റ് വിഴുകാനായിരിക്കും. അവിടെ 3 തല വെയിറ്റിംഗ് ആണ്. അപ്പൊ പേരെന്താ പറഞ്ഞേ? നകുലൻ. ഓക്കെ, നകുലൻ. മുറിയാണ്ടി വണ്ടി തിരിപ്പടാ. ബിസിനസ് ഒക്കെ ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു. വളരെ ഫാസ്റ്റ് അല്ലേ ഉസ്താദ്? എങ്ങനെയാ? ആളിന്റെ പേര് മാത്രം കിട്ടിയാ മതി. പേര് പറഞ്ഞോ? എന്റെ പേര് പറഞ്ഞു. അപ്പൊ അപ്പുക്കുട്ടന്റെ പേര് പറഞ്ഞില്ലേ? ഇല്ല. ചതിച്ചോ? പയ്യന്മാർ ഇനിയിപ്പോ ഒന്ന് അന്വേഷിക്കുന്നത് നകുലായിരിക്കും. കൊളായല്ലോ. വിവരം അറിയിക്കാന്ന് വെച്ചാൽ ഉസ്താദിന്റെ കയ്യിൽ മൊബൈലും ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനെന്ന്? എടാ, ഇത്തരം സിറ്റുവേഷനിലാണ് ബ്രെയിൻ വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. നീ ധൈര്യമായിട്ട് ചെല്ലേ. നാളത്തെ കാര്യം ഞാൻ ഏറ്റു. നാളെ ഞാൻ അപ്പുക്കുട്ടനാവും, അവനെ നകുലനാക്കും. കാശ് വല്ലപ്പോണ്ടോ? 10 പൈസയില്ല. 10 വയസ്സിലാണ്. ലക്ഷ്മി ദേവി, വിഘ്നേശ്വര, ഗുരുവായൂരപ്പ, ഭക്തവത്സല, ആ കാസറ്റ് എങ്ങനെയും എന്റെ കയ്യിലൊന്ന് എത്തിക്കണേ. ഞാൻ ഗുരുവായൂര് വന്ന് കാസറ്റുകൾ കൊണ്ടൊരു തുലാഭാരം നടത്തിയേക്കാവേ. മുതലാളി, ഗുരുവായൂരപ്പ, ഇത്ര പെട്ടെന്ന് നീ എന്റെ വിളി കേട്ടോ? അവള് വന്നു. സീക്കിരം വാങ്ങ. എന്തായി? സാധനം കിട്ടിയോ? முதலாளி, இந்த பவளை யாரு நினைச்சீங்க? நினைத்ததை முடிப்பவன். ഇനി നീയും കൂടെ മുടിക്കാത്തന്റെ കുറവേ ഉള്ളൂ. എടി കരുതേ, കാസറ്റ് കിട്ടിയോന്ന്. இன்னும் சந்தேகமா? இங்க பாருங்க. വൃത്തികേട് കാണിക്കാതെ. இங்க பாருங்க. തൊട്ടുള്ള കളി വേണ്ട. இதுதானே நீங்க கேட்ட கேசட்? என்னையா நம்ப முடியலையா? രാത്രി മൊത്തം അവന്റെ കൂടെ ആടിപ്പാടി നടക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി അത് എടുത്തോണ്ട് വരുമെന്ന്. ചക്ക എടുക്കാൻ പറയാ, ചക്കക്കുരു കൊണ്ടുവരുന്നോടി. അവിടെ അമ്മയുടെ ഒരു നടപ്പതും മുടിപ്പതും ശാപം. ഡാഡിയുടെ കൂട്ടുകാരന്റെ മകൻ ഇന്നലെ രാത്രി കാട്ടിക്കൂട്ടിയ കലാപരിപാടികളൊക്കെ കണ്ടില്ലേ? തൃപ്തിയായല്ലോ ഡാഡിക്ക്? നാണോ മാനും ഇല്ലാത്തവൻ. ഗുരുവായൂരപ്പ, പരീക്ഷിക്കല്ലേ. അത് പിന്നെ ആ മോളെ, കുഴപ്പം അവന്റെ അല്ല, ആ പേ പിടിച്ച പെണ്ണ. അതിനവക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടാ വരുന്നത്. ആവം പാവം. പാവം, അവനെ ഞാൻ വെച്ചിട്ടുണ്ട്. ഈശ്വര, എന്നെ പിടികൂടിയിരിക്കുന്നത് വെറും കണ്ടകനല്ല, ഏമകണ്ടകനാ. നകുല, ഇതെന്താ രാവിലെ സ്വന്തം പേര് വിളിച്ച് കളിക്കുന്നത്? എന്റെ സ്വന്തം ജോലി തട്ടിയെടുത്തില്ലേ, ഇനി എന്റെ പേര് കൂടെ കെടുത്തോടെ? അത് കൊള്ളാമല്ലോ. ഇന്ന് മുതൽ ഞാൻ നിന്നെ നകുല എന്നേ വിളിക്കൂ. ഞാൻ അപ്പുക്കുട്ടൻ. അതുകൊണ്ട് നിനക്ക് ഒരു ദോഷവും ഇല്ലല്ലോടെ. എന്തെങ്കിലും ഗുണം കിട്ടുന്നത് എനിക്ക് കിട്ടിക്കോട്ടെ. നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു. ആരാണ്? വരൂ വരൂ. നിങ്ങള്? അതൊക്കെ പറയാം. താനേതാ? ഞാൻ അപ്പുക്കുട്ടൻ, അതാണ് നകുലൻ. ഹലോ. അപ്പൊ ഞങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ഞങ്ങളുടെ ബോസിനെത്താൻ കണ്ടു കാണുമല്ലോ. ഹോട്ടലിൽ നിന്ന് നീ കൊണ്ട് മുങ്ങിയ കാസറ്റ് എവിടെ? കാസറ്റ് നീ ഒരടുപ്പിൽ വിട്ടിട്ടില്ല, നിന്റെ കൈ തന്നെ ഉണ്ട്. എവിടെടാ? പറടാ. Stop it. എണീക്കടാ. 2 ആഴ്ചക്കകം പാലക്കാട് കാസറ്റ് എത്തിച്ചിരിക്കണം. 2 എണ്ണം കൊണ്ട് തരാം. ഇല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും. അന്ന് നിന്റെ തല കാണില്ല. കേട്ടോടാ? ഏത് കാസറ്റ്? രോഹിത്, ഏതാടാ ഈ കാസറ്റ് പരിശോധന? എനിക്ക് അറിഞ്ഞൂടാ അപ്പുക്കുട്ടൻ ചേട്ടാ. ഇനിയൊരു കുട്ടനും വേണ്ട, പഴയ പോലെ മതി. നീ അപ്പുക്കുട്ടൻ, ഞാൻ നകുലൻ. അല്ല, കുറച്ച് ദിവസത്തേക്ക് വേണം. കുറച്ച് ദിവസമൊക്കെ വേണ്ട. അവിടെ ഇടിയിട്ട് അമ്മ എഴുന്നേക്കാൻ വയ്യ. ഇവര് പിരിവേരാണോ? പിച്ചക്കാരാ.
ഇച്ചക്ക ആ, ആരാ ഈ നകുലൻ? ഞാനാണ് നകുലൻ. അവനപ്പൊ തുടങ്ങിക്കോ. ചതച്ചത് മതി മതി. ഇനി പ്രദേശത്ത് കണ്ടുപോകേ. താനാണോ കോൺട്രാക്ട് സംസാരിച്ചത്? ഞാനല്ല. പിന്നാരാ? ആ മീശ. Come on. ആ നില്ല് നില്ല് നില്ല്, നീയൊക്കെ ഏതാടാ? ബൗഡേട്ടന്റെ കോൺട്രാക്ട് കാശട്. കാശ? ഏത് കാശ്? ഇറങ്ങി പോടാ ഈരാ ബീച്ചുകളെ. എന്റെ മോ, അയ്യോ അയ്യോ അയ്യോ, നകുല നകുല, മോനെ നകുല, അയ്യോ. ആ മതി മതി മതി, ചതച്ചത് മതി മതി. ആ, എന്തിനാ? ഔ, അയ്യോ അമ്മേ. ഒന്ന് പതുക്കയിടി, ഇത് ഒരലല്ലേ. ஒரலாவது கெரலாவது முதலாளி, உத வாங்கினா எல்லாருக்கும் கீழிதான் மருந்து. ஆமா, என்ன உங்க சத்தம் பொண்ணு மாதிரி இருக்கு? உத கிட்டேன்னு சேஷம் சத்தம் மாறி போச்சு. എന്നെ കുഴിയിലോട്ട് എടുത്തോണ്ട് അറിയാൻ വന്നതാണാ നീ? അല്ല, മുതലാളി കിഴി പിടിച്ചോണ്ടിരിക്കുന്നു കളിയാക്കിയതല്ല മുതലാളി. അയ്യോ, എന്റെ സൗണ്ട് ഓഫീസ് തുറന്ന് അവന്മാരുടെ അടി കിട്ടിയപ്പോ എന്റെ സ്പീക്കറിന്റെ IC അടിച്ചു പോയതാ. ഇപ്പൊ മുതലാളിയുടെ അടി കിട്ടിയപ്പോ എന്റെ സൗണ്ട് ഓക്കെ. എന്താ ഒരു ആലോചന? പറയാ, മുതലാളിയുടെ കുയിൽ നാദം അനുവാദം തന്നാ ഞാൻ അനുവാദം തന്നിരിക്കുന്നു, ഒന്ന് മാറ്റിത്താടാ. ഇനി ഞാൻ ചത്താലും വേണ്ടില്ല. உங்க சத்தம் பழைய மாதிரி ஆயிடுச்சு. ആണോ? ഇപ്പൊ ഒരു കാര്യം ബോധ്യമായി. അടി ചെയ്യും ഉപകാരം, മരുന്നും മന്ത്രവും ചെയ്യില്ല. அப்படின்னா അടിയേ ഉള്ളു മരുന്ന്. இப்படியா? എന്നാണാവോ നമ്മള് ഫാമിലി ആയിട്ട് ഇരുന്ന് അത്താഴം കഴിക്കുന്നത്? ഇനി ദിവസങ്ങളില്ല മറ്റേ മുഹൂർത്തത്തിന്. ശാന്തി മുഹൂർത്തേ. ഡോ 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 ഡോ, ഇനി വന്നേ. ഇന്ന് 28ആയി. ആരുടെ 28? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കിഴക്കേടം പറഞ്ഞ പ്രകാരം ഇനി 2 ദിവസമേ ഉള്ളൂ ശാന്തി മുഹൂർത്തത്തിന്. ഒരുക്കങ്ങളൊക്കെ ഗംഭീരമാകണം. ഏതായാലും ഞാൻ കാരണമാണല്ലോ തനിക്ക് ഡ്രൈവർ മണി നഷ്ടമായത്. ഞാൻ തന്നെ ആ നഷ്ടം നികത്തിത്തരാം. ഓ, നാളെ മുതൽ ഡ്രൈവറായിട്ട് കയറിക്കോ. അങ്ങനെ ഒരു സൗജന്യം ഔദാര്യം ഒന്നും ആരുടേതും എനിക്കിനി വേണ്ട. 2 ദിവസം കൂടി കഴിയുമ്പോ ഞാൻ താനേ ഡ്രൈവർ ആയിക്കോളും. അതെങ്ങനെ? 30 തികയുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്നും കിഴക്കേടം പറഞ്ഞിട്ടുണ്ടല്ലോ. ഓഹോ. ഓ ഓ, അമ്മേ. മീനാക്ഷി. ശരീരം വിറയ്ക്കുന്നു. എന്താടേ കാണിച്ചേ? സന്തോഷം അടക്കാൻ വയ്യ. ഈ കാര്യം പറ. അപ്പുക്കുട്ട മടിയാകാൻ പോകുന്നു. അത്താഴത്തിന്റെ മുമ്പിലിരുന്ന് ഇതെന്താ? അവസാനത്തെ എളുപ്പം ആണോ? ആ മനോഹരമായ കാഴ്ച, ക്ലൈമാക്സ് കൺകുളിർക്ക കാണണമെങ്കിൽ മോലാലയും കൂടെ വാ. വാ, തോർത്ത് ദാ. കറക്റ്റ്. ഏമ്പക്കം കയറി ഇക്കിളുമായിട്ട് ക്രോസ് ആയതാ ഗ്യാസ്. ഇത് അടിക്കടി വരാറുണ്ട്, നോ പ്രോബ്ലം. ഇതിനൊരൊറ്റ മരുന്നേ ഉള്ളൂ, ചിക്കൻ പീസ്. ചാകൂന്ന് പറഞ്ഞവനല്ലേടാ കോഴിക്കാല് കടിച്ചു പറിച്ചോണ്ട് പോകുന്നത്. ഏവൻ നേരെ ചൊവ്വേ ചാവും തോന്നുന്നില്ല. മുതലാളി തട്ടിക്കളഞ്ഞിട്ട് ജയിലിൽ പോ. കേസിന്റെ ഞാൻ നോക്കണം, ക്യാഷ് ചെയ്തിട്ട് പോയാൽ മതി. ഞാൻ എന്താ പറഞ്ഞേ? സോറി മുതലാളി.